നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. മദ്യം ഈ സമൂഹത്തെ നശിപ്പിക്കുമെന്നും ഇന്ത്യയിൽ മദ്യം നിരോധിക്കണം എന്നുമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി അണ്ണാ ഹസാരെയുടെ സമര പരമ്പരകൾ. അതിന്റെ പിന്തുടർച്ച അവകാശിയായി രാഷ്ട്രീയ പ്രവേശനം നടത്തിയ അരവിന്ദ് കെജ്രിവാൾ. അതൊരു പ്രതീക്ഷയായിരുന്നു. ഇന്ത്യയിലാകമാനം മദ്യം നിരോധിക്കപ്പെടാൻ സാധ്യതയില്ലെങ്കിലും പുതുതലമുറയെങ്കിലും ലഹരിയിൽ മുങ്ങിപ്പോകാതിരിക്കുവാനുള്ള ലഹരി മുക്ത സാഹചര്യങ്ങൾ ഉണ്ടായി വരും എന്ന പ്രതീക്ഷ. പക്ഷേ അതേ സമരം നയിച്ചയാൾ അരവിന്ദ് കെജ്രിവാൾ മദ്യനയ കേസിൽ കോടികളുടെ അഴിമതി പണം കൈപ്പറ്റിയതിന് ജയിലിൽ പോകേണ്ടി വന്നു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി കോടതി കെജ്രിവാളിന് പുറത്തെത്തി പ്രവർത്തിക്കുവാൻ കുറച്ച് സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ആ സമയവും അവസാനിച്ച് വീണ്ടും ജയിൽ അറകളിലേക്ക് മടങ്ങിയിരിക്കുകയാണ് കെജ്രിവാൾ. തന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നും അതിനാൽ ജാമ്യ കാലാവധി നീട്ടി നൽകണമെന്നും കോടതിയോട് ഒരു അടവ് തന്ത്രം പ്രയോഗിച്ച് നോക്കിയെങ്കിലും ഇതേ ആരോഗ്യം വെച്ച് തന്നെയല്ലേ ഇന്ത്യയിലെ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഓടി നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്തിയത്. അതിനാൽ ജാമ്യം നീട്ടുന്ന കാര്യം പിന്നീട് പരിഗണിക്കാമെന്നും തൽക്കാലം ജയിലിലേക്ക് തന്നെ മടങ്ങിക്കോ എന്നുമുള്ള കോടതിയുടെ മറുപടിയിൽ തീർത്തും പകച്ചുപോയി ഈ രാഷ്ട്രീയ ബുജി. ഹൃദയം തകർന്ന് ജയിലിലേക്ക് തന്നെ മടക്കം. രാജ്ഘട്ട് സന്ദർശനവും ഹനുമാൻ ക്ഷേത്ര ദർശനവും ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഇദ്ദേഹത്തിന്റെ മടക്കയാത്ര. ഏറെക്കാലം സാധാരണ ജനങ്ങളെ വിഡ്ഢികളാക്കുവാൻ സാധിക്കില്ല എന്നതിന്റെ ഒരു വ്യക്തത കൂടിയാണ് ഈ ജയിൽ യാത്ര. ആഡംബരപൂർണമായ ജീവിതം, രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയുള്ള കോടികളുടെ ധനസമ്പാദനം, യാതൊരു പ്രവൃത്തി പരിചയവുമില്ലാത്ത ഭാര്യയ്ക്ക് താൽക്കാലിക മുഖ്യമന്ത്രി സ്ഥാനം, ആദർശങ്ങളിൽ നിന്നും വ്യതിചലിച്ച് നിലപാടുകളിൽ വെള്ളം ചേർത്തുള്ള രാഷ്ട്രീയ കാപട്യം, ശേഷം വീണ്ടും വീണ്ടും പൊതുജനത്തെ പറ്റിക്കുവാൻ വേണ്ടിയുള്ള എളിമ, ജീവിതത്തിന്റെ രാഷ്ട്രീയ അഭിനയ നാടകങ്ങൾ, എപ്പോഴും എല്ലാ കാലവും പാവങ്ങളെ പറ്റിക്കാം എന്ന് വിശ്വസിച്ച് അഹങ്കരിച്ച് കെജ്രിവാളിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഷോക്കായിരുന്നു ശക്തമായ കോടതി വിധികൾ. കേരളത്തിൽ PDP എന്നത് അബ്ദുൾ നാസർ മദനി മാത്രമാണ്. അതുപോലെ തന്നെയാണ് ആം ആദ്മി പാർട്ടി എന്നത് അരവിന്ദ് കെജ്രിവാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംഘമാണ്. കെജ്രിവാൾ എന്നേക്കുമായി തുറുങ്കിൽ അടയ്ക്കപ്പെട്ടാൽ ദിവസങ്ങൾ പോലും നീളില്ല ഈ ഉപജാപക വൃന്ദത്തിന്റെ രാഷ്ട്രീയ ഭാവി. തന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരെ മാത്രം പരിഗണിച്ച് ഈ സ്തുതി പാഠകരുടെ മന്ത്രി കൂട്ടായ്മകളെ ഡൽഹി ഭരിക്കാൻ ഏൽപ്പിച്ചത് തന്നെ ഈ പാർട്ടിയുടെ സുരക്ഷിതമല്ലാത്ത വിദൂര ഭാവി സൂചനയായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ എന്ന ആം ആദ്മി പാർട്ടിയുടെ ഏക നേതാവ് വീണ്ടും ജയിലിലേക്ക് മടക്കയാത്രയാകുമ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം കൂടി ഓർമ്മകളിലേക്ക് മറയപ്പെട്ടു പോവുകയാണ്. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.